ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് മാത്സിലെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് വിച്ച് റേഷ്യോ ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഇവിടെ രണ്ട് റേഷ്യോ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതാണ് വലുതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് 2/2 1/3 3 1/3 പിന്നെ 3.6 4.8. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതെടുക്കുക. 2 1/3 നമുക്ക് സിംപ്ലി സോൾവ് ചെയ്യാൻ നേരത്ത് ഇൻറ്റു +1 3 × 6 6 + 1 7 7/3. അടുത്തത് 3 1/3 നമുക്ക് 3 × 9 9 + 1 10 10/3. അപ്പോൾ ഇതിനെ നമുക്കിങ്ങനെ 7:10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 7/10 എന്ന് എഴുതാം. ഇനി അടുത്തത് 3.6 4.8 3.6 4.8. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാൻ നേരത്ത് ഫസ്റ്റ് ഈ പോയിന്റ് കളയാൻ നമുക്ക് 36 × 10 ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 48 കിട്ടി. എന്നിട്ട് ഇതിനി സോൾവ് ചെയ്യാൻ നേരത്ത് 3 കോമൺ ആണ് രണ്ടും. അപ്പോൾ 36 12 48 1 6 16. ഇനിയും കോമൺ ആണ്. 2യുടെ ടേബിൾ നോക്കാം. 6 6 2 8. വീണ്ടും കോമൺ ആണ് 3:4. അപ്പോൾ ഇതിനെ നമുക്ക് 3/4 എന്ന് എഴുതാം. ഫസ്റ്റത്തെ ഇക്വേഷൻ നമുക്ക് 7/10 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് 7/10 എന്ന് എഴുതാം. ഇതിനെ 3/4 എന്നും എഴുതാം സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത്. എന്നിട്ട് ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിനകത്ത് രണ്ടിൽ ഏതാണ് വലുതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പോൾ 7/10 3/4. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വലുതെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടെത്താൻ നേരത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. ഇത് സെയിം ആക്കാൻ വേണ്ടി എളുപ്പ വഴിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 7 × 4 28. ഇതിനിങ്ങനെ ക്രോസ് ഇൻറ്റു ചെയ്യുക. 28/40 ഈസ് ടു 10 × 3 30 30/40. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വലുത് 30 ആണ്. ഇത് 28 ഇത് 30 ആണ്. അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് കിട്ടിയേക്കുന്നത് 30 ആണ്. അപ്പോൾ ആൻസർ 3/4 അല്ലെങ്കിൽ ആൻസർ 3:6 4.8 ആണ് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമ്പേഴ്സ് മാറ്റിയിട്ട് നോക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ സ്പീഡിലായിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടെത്തി ആ ഒരു ട്രാക്കിലോട്ടാവും. പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്താൻ പറ്റും. 1 മിനിറ്റ് കൊണ്ട് സോൾവ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനെ ഇതുള്ളൂ.